ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരേട്ടത്തിമ്മയുടെ കഥയാണ് കേട്ടോ. അപ്പോൾ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാല്ലേ. ഞാനും എന്നേക്കാൾ 8 വയസ്സ് പ്രായം കൂടുതലുള്ള എൻ്റെ ചേട്ടനും അമ്മയും അടങ്ങുന്നതാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ വീട്. മിലിറ്ററി ഓഫീസറായിരുന്ന അച്ഛൻ 5 വർഷം മുമ്പ് മരിച്ചുപോയി. ചേട്ടൻ തുഷാർ, വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുന്നു. 1 വർഷം മുൻപ് കോളേജിൽ ലെക്ചറായ ജോത്സ്ന, വീട്ടിൽ ജ്യോതി എന്ന് വിളിക്കുന്ന സിനിമാ താരം നന്ദിനിയെ പോലെ തോന്നിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് ഞങ്ങളുടെ ഒപ്പം തന്നെ ഗൃഹനാഥയായി ജീവിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്നും 1 മണിക്കൂർ നേരത്തെ ദൂരമുണ്ട് ചേച്ചിയുടെ വീട്ടിലേക്ക്. അമ്മ സൗദാമിനി, ഗൃഹഭരണം. അച്ഛൻ്റെ വേർപാടിന് ശേഷം പഴയ ചുറുചുറുക്കൊന്നും അമ്മയ്ക്കിപ്പോഴില്ല. അതിനാൽ വീട്ടുഭരണമെല്ലാം ചേച്ചിയെന്ന് എന്നെക്കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിക്കുന്ന ചേട്ടത്തിയുടെ കയ്യിലാണ്. ഇനി ഞാൻ വീട്ടിൽ കിച്ചു എന്ന് വിളിക്കുന്ന കിഷോർ, 22 വയസ്സ് കഴിഞ്ഞു. BCom കഴിഞ്ഞ് ഇപ്പോൾ CAക്ക് പഠിക്കുന്നു. ഇനി കഥയിലേക്ക് വരാം. എൻ്റെ ചേട്ടൻ പൊതുവെ മര്യാദക്കാരനും മാന്യനുമൊക്കെ ആയിരുന്നെങ്കിലും ഞാനൊരു വിളഞ്ഞ വിത്തായിരുന്നു. പ്രായത്തിൻ്റെതായ വേലത്തരങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങളുടെ അയൽക്കാരിയും എൻ്റെ സമപ്രായക്കാരിയായ രേഷ്മയും ഞാനും ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ +2 പാസ്സായി. മാർക്ക് കുറവായതിനാൽ അവൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല. അതിനാൽ ഞങ്ങളുടെ സ്ഥിരം കണ്ടുമുട്ടലുകൾ കുറഞ്ഞു തുടങ്ങി. കോളേജിലെ എൻ്റെ സഹപാഠികളുടെ കൂട്ടുകെട്ട് കാരണം എനിക്ക് സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റി അക്കാലത്ത് നല്ല വിവരം ലഭിച്ചിരുന്നു. അവർക്ക് പലർക്കും സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നത് കൊണ്ട് കഥകളും വീഡിയോയും ഞാൻ കണ്ടു തുടങ്ങി. ആ കാര്യത്തിൽ അന്ന് തന്നെ നല്ല അറിവ് നേടി. എൻ്റെ കൂട്ടുകാർ പലരും ഇക്കാര്യത്തിൽ അനുഭവസമ്പന്നരായിരുന്നു. അവരുടെ ഉപദേശപ്രകാരം രേഷ്മയുമായി വല്ലപ്പോഴും കണ്ടുമുട്ടുമ്പോൾ ഞാൻ ചെറിയ ചെറിയ കളികൾ തുടങ്ങിയിരുന്നു. ക്രമേണ അവളെ ഞാൻ നല്ലൊരു കളിക്കാരിയാക്കി മാറ്റി. കുറേശ്ശെ അവൾക്കും എല്ലാം ഇഷ്ടപ്പെടാനും തുടങ്ങി. പക്ഷേ ഇതുവരെ അവൾ ഉള്ളിൽ സമ്മതിച്ചിട്ടില്ല. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒടുവിൽ അവൾ കല്യാണം നിശ്ചയിച്ചു. അതിൻ്റെ ഒരാഴ്ചക്ക് മുമ്പ് അവളും ഞാനും അവളുടെ വീട്ടിൽ രഹസ്യമായി ഒന്ന് കൂടാൻ തീരുമാനിച്ചു. അന്ന് നാട്ടിലെ ക്ഷേത്രത്തിൽ ഉത്സവമായതിനാൽ എല്ലാവരും അതിൻ്റെ തിരക്കിലായിരുന്നു. വയറുവേദനയാണെന്നും ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു. ഞങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തായിരുന്നു അത്. രാത്രി മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു. വീടിൻ്റെ പിൻവാതിൽ തുറന്ന് അവൾ എന്നെ അകത്ത് കയറ്റി. പിന്നെ പിറ്റേന്ന് പുലർച്ചയ്ക്ക് ക്ഷേത്രത്തിൽ വെടിക്കെട്ട് തുടങ്ങുന്നതുവരെ ഞങ്ങൾ അവളുടെ വീട്ടിൽ പഞ്ചവാദ്യവും മേളവും വെടിക്കെട്ടുമെല്ലാം നടത്തി. പുലർച്ചയ്ക്ക് ക്ഷേത്രത്തിലെ വെടിക്കെട്ട് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ പിരിഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞായിരുന്നു അവളുടെ വിവാഹം. കല്യാണം കഴിഞ്ഞ് 9ാം മാസത്തിൽ തന്നെ അവളൊരു കുഞ്ഞിൻ്റെ അമ്മയായി. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പിന്നീടൊരവസരത്തിൽ അവളെന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഡിഗ്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു അച്ഛനായി കഴിഞ്ഞിരുന്നു. ചേട്ടൻ്റെ വിവാഹത്തിന് ശേഷം ഏട്ടത്തി വീട്ടിലെ ഭരണം ഏറ്റെടുത്തെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവൾക്ക് എന്നേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. അതിനാൽ എന്നോടൊരു മൂത്ത സഹോദരിയെ പോലെയാണ് അവൾ പെരുമാറിയിരുന്നത്. അവൾക്ക് വീട്ടിൽ അമ്മയും അച്ഛനും ഒരു അനുജത്തിയുമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ അവർക്കില്ലാത്ത ഒരു അനുജനെ പോലെ അധികാരവും അകൽച്ചയുമെല്ലാം എന്നോട് കാണിച്ചിരുന്നു. അമ്മയ്ക്ക് അവൾ സ്വന്തം മകളെ പോലെ ആയിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീട്ടിലെ പണിയെല്ലാം തീർത്ത് സ്വന്തം സ്കൂട്ടറിലാണ് കോളേജിലേക്ക് പോവുക. പുറത്തെവിടെയെങ്കിലും പോകണമെങ്കിൽ അവൾക്ക് കൂട്ടായി എന്നെയാണ് വിളിക്കുക. അതാണ് പതിവ്. ചേട്ടൻ ഒരു വർക്ക് ഹോളിക് ആയതിനാൽ എപ്പോഴും ബിസി ആയിരിക്കും. ഒഴിവു ദിവസങ്ങളിൽ പോലും ചിലപ്പോൾ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ബാങ്കിലേക്ക് പോവും. പക്ഷേ ഏട്ടത്തി ഒരിക്കലും ഇതിനൊന്നും വഴക്കുണ്ടാക്കിയിട്ടില്ല. അനിയനായ എന്നെയാണ് എല്ലാ കാര്യത്തിനും കൂട്ടിന് വിളിക്കുക. അതുകൊണ്ട് തന്നെ എന്നോട് ഏട്ടത്തിയെന്ന് വിളിക്കണ്ട, ചേച്ചിയെന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ അടുപ്പം തോന്നുമത്രേ. അമ്മയ്ക്കും ഏട്ടത്തി സ്വന്തം മകളെ പോലെയായിരുന്നു. മരുമകളായിട്ടല്ല, മകളായിട്ടായിരുന്നു അവൾ ഇവിടേക്ക് വന്നതെന്ന് അമ്മ എല്ലാവരോടും പറയുമായിരുന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും കുട്ടികളൊന്നും ആയില്ല. അതായിരുന്നു അമ്മയ്ക്ക് വിഷമം. 1 വർഷമല്ലേ ആയിട്ടുള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടത്തി അമ്മയെ സമാധാനിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ 2 പേരും മാസത്തിലൊരിക്കൽ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തുകയും മരുന്നുകളും കഴിക്കാറുണ്ട്. എൻ്റെ ഏട്ടത്തെ കണ്ടാൽ ആണായി പറഞ്ഞ ആരുടെയും
എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചു പോവും. ഞാൻ കോളേജിൽ ചേർന്ന ശേഷം അവിടുത്തെ ലേഡീസ് ലെക്ചർമാരെയും കൂടെ പഠിച്ചിരുന്ന പെൺപിള്ളേരെയൊക്കെ ഓർത്ത് രാത്രിയിൽ കലാപരിപാടി നടത്താറുണ്ട്. പക്ഷെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് രേഷ്മയുമായി മാത്രമേ ഉള്ളട്ടോ. കോളേജിൽ അടുത്ത് പെരുമാറിയിട്ടുള്ള പെൺപിള്ളേരെയൊക്കെ ഒന്ന് അറിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ CAക്ക് കൂടെ ട്രെയിനിങ്ങിന് വരുന്ന പെൺപിള്ളേരുടെയൊക്കെ സന്ദർഭം കിട്ടുമ്പോൾ തട്ടാനും മുട്ടാനുമൊക്കെ അനുവദിക്കാറുണ്ട്. പക്ഷേ ചേട്ടൻ്റെ വിവാഹത്തിന് ശേഷം എൻ്റെ എല്ലാമായി എൻ്റെ ചേട്ടത്തി. പക്ഷേ എന്തെങ്കിലും അവരോട് പറയാനോ പ്രവർത്തിക്കാനോ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ചേട്ടനെ എനിക്ക് ഭയവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള പ്രായവ്യത്യാസം തന്നെയാണ് അതിന് കാരണം. പക്ഷേ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവരെ സ്വപ്നം കണ്ട് ഞാൻ പരിപാടികൾ നടത്താറുണ്ട്. അതിന് ഒരു കയ്യും കണക്കുമില്ല. ഈ സമയത്താണ് ചേച്ചിയുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിൻ്റെ വിവാഹം നടക്കാൻ പോകുന്നുവെന്ന് വിവരം ലഭിച്ചത്. ചേച്ചിക്ക് കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്യണമെന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്തതിനാൽ എറണാകുളത്തെ ഒരു പ്രശസ്ത കോളേജിൽ MA ഇംഗ്ലീഷ് കോഴ്സ് പഠിച്ചത്. ഈ ഫ്രണ്ടിൻ്റെ വീട് തിരുവനന്തപുരത്തായിരുന്നു. അതിനാൽ കോളേജ് ഹോസ്റ്റലിൽ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു ഒരു മുറിയിൽ താമസിച്ചിരുന്നത്. ചേച്ചിയുടെ വിവാഹത്തിന് അവർ വന്നിരുന്നു. അതിനാൽ അവരുടെ വിവാഹത്തിന് എന്ത് തന്നെയായാലും പോയേ മതിയാവൂ എന്ന് ചേച്ചി നിർബന്ധം പിടിച്ചു. അന്ന് 2ാം ശനിയാഴ്ച ആയതിനാൽ ചേട്ടന് ബാങ്ക് അവധിയായിരുന്നു. അതിനാൽ രണ്ടുപേരും കൂടി ചേട്ടൻ്റെ കാറിൽ പോകാമെന്ന് തീരുമാനമായി. കൂടെ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താമെന്നും സമയമുണ്ടെങ്കിൽ കോവളമോ കന്യാകുമാരിയോ മറ്റും പോകാമെന്നും പ്രോഗ്രാം ഇട്ടു. ചേച്ചി എന്തായാലും വലിയ സന്തോഷവതിയായി കാണപ്പെട്ടു. വിവാഹത്തിന് ശേഷം അവർ എങ്ങോട്ടും കറങ്ങാനൊന്നും പോയിട്ടില്ലായിരുന്നു. അതിനാൽ വിവാഹ ദിവസം ധരിക്കാനുള്ള പ്രത്യേക സാരിയും മാച്ചിങ് ബ്ലൗസുമൊക്കെ തയ്യാറാക്കി വിവാഹത്തിൽ പങ്കെടുക്കാൻ ചേച്ചി ഒരുങ്ങിയിരുന്നു. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളുമായി കല്യാണം കൂടാൻ കാത്തിരുന്ന സമയത്താണ് ഇടുത്തി പോലെ ഒരു വാർത്ത ലഭിക്കുന്നത്. ചേട്ടന് ജോലിയിൽ പ്രമോഷനുള്ള ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ചെന്നൈയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ. അത് കല്യാണം നടക്കുന്ന ദിവസം തന്നെയായിരുന്നു. പോയില്ലെങ്കിൽ ഒരു സുവർണാവസരം പാഴായി പോകും. എന്ത് ചെയ്യണമെന്നറിയാതെ ചേട്ടൻ വലഞ്ഞു. ഒരിടത്ത് ചേട്ടത്തിയോടുള്ള സ്നേഹം, മറുഭാഗത്ത് കൂടുതൽ ശമ്പളവും സ്ഥാനവുമുള്ള പ്രമോഷൻ. ഇതിൽ ഏത് മാർഗമാണ് സ്വീകരിക്കുക? ഒടുവിൽ ഏട്ടത്തി തന്നെ ഒരു പോംവഴി കണ്ടെത്തി. കണ്ണേട്ടൻ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തോളൂ, ഞാൻ കിച്ചുവിനെ കൂട്ടി കല്യാണത്തിന് പങ്കെടുത്തോളാം. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രെയിൻ റിസർവേഷൻ ചെയ്തു തന്നാൽ മതിയെന്ന്. അതൊരു നല്ല ഐഡിയ ആണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. 2ാം ശനിയാഴ്ച ആയതിനാൽ എനിക്കും ഓഫീസിൽ പോകണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ ഏട്ടത്തിക്കും എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര ചെയ്യാനുള്ള AC 3 ടയർ സീറ്റ് ഒരു പരിചയക്കാരനെ കൊണ്ട് ശരിപ്പെടുത്തി. ഏപ്രിൽ മാസം അവസാനമായതിനാൽ നല്ല ചൂടുള്ള സമയമായിരുന്നു. പിന്നെ AC കോച്ച് ആവുമ്പോൾ യാത്ര സുരക്ഷിതവുമായിരിക്കും. കല്യാണ ദിവസം അണിയാനുള്ള ആഭരണങ്ങൾ കൂടി എടുക്കാമല്ലോ. വെള്ളിയാഴ്ച രാത്രി വണ്ടിയിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോവുക. കല്യാണത്തിന് പങ്കെടുത്ത് അന്ന് രാത്രിയിലെ ട്രെയിനിൽ തിരിച്ചു വരിക. ഞായറാഴ്ച രാവിലെ വണ്ടി പാലക്കാടെത്തും. മറ്റ് പരിപാടികളൊക്കെ വേണ്ടെന്ന് വെച്ചു. ചേട്ടൻ്റെ കൂടെ കാറിൽ പോകാൻ കഴിയാത്തതിനാൽ തന്നെ ചേട്ടത്തിക്ക് ആഭരണങ്ങൾ കൂടുതലൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഒരു നെക്ലസും ചെയിനും 4-5 വളകളും മാത്രം. കല്യാണത്തിന് ധരിക്കാൻ വേണ്ടി പ്രത്യേകം ഡ്രസ്സുകൾ എടുത്തു വെച്ചു. ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരു സൽവാറും അതിൻ്റെ ടോപ്പും മതിയെന്ന് തീരുമാനിച്ചു. തിരിച്ചു വരുമ്പോൾ കല്യാണത്തിന് ധരിച്ച ഡ്രസ്സ് തന്നെ മതിയാകും. ഞാൻ കല്യാണ ദിവസം ധരിക്കാനുള്ള ജീൻസും ടീഷർട്ടും പാക്ക് ചെയ്തു. രാത്രി ട്രെയിനിൽ ഒരു മുണ്ടും ഷർട്ടും മതിയല്ലോ. അങ്ങനെ വെള്ളിയാഴ്ച രാത്രിയിൽ ഊണും കഴിഞ്ഞ് ചേട്ടൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. കയ്യിൽ കാര്യമായി പണമൊന്നും എടുത്തില്ല. രണ്ടുപേരുടെയും കയ്യിലായി കൂടിപ്പോയാൽ ഒരു 2000 രൂപ കാണും. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ വന്നു. ചേട്ടനോട് ബെസ്റ്റ് വിഷസും പറഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറി കിടന്നു. ഏട്ടത്തിയെ ഞാൻ ഏറ്റവും മുകളിൽ കിടത്തി. നടുവിലുള്ള ബെർത്തിൽ ഞാനും കിടന്നു. ടിക്കറ്റ് പരിശോധന കഴിഞ്ഞ് ഞങ്ങൾ ഉറക്കത്തിലായി. പിന്നെ ഉണരുമ്പോൾ വണ്ടി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ടുപോകാൻ കാർ അയച്ചിരുന്നു. അവർ ഞങ്ങളെ മാരേജ് ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടെ കുളിക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യമുണ്ടായിരുന്നു. ഏട്ടത്തിയുടെ വേറെ ഫ്രണ്ട്സും കല്യാണത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു. അതിനാൽ ഏട്ടത്തി വളരെ ഹാപ്പിയായിരുന്നു. എനിക്കവിടെ പരിചയക്കാരാരുമില്ലാത്തതിനാൽ കൂടുതൽ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല. എത്രയും വേഗത്തിൽ തിരിച്ചു പോയാൽ മതിയെന്നായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. പക്ഷേ ഏട്ടത്തെ പിണക്കരുതല്ലോ, അതിനാൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. ഒടുവിൽ വൈകിട്ട് 4 മണിയോടെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് ഞങ്ങൾ തിരികെ ട്രെയിൻ കയറാൻ പുറപ്പെട്ടു.
പിറ്റേ ദിവസം പോയാൽ മതിയെന്ന് കല്യാണ